നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരം കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പൊരു സൂപ്പർ മത്സരം വേൾഡ് കപ്പിലുണ്ട്. അത് ശ്രീലങ്കയും ഇംഗ്ലണ്ടും തമ്മിലാണ്. മത്സരം നടക്കുന്നത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ്. 3 മണിക്കാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ സൂപ്പർ 8 വളരെ ടൈറ്റാണ്. ഒരു കളി തോറ്റാൽ പിന്നത്തെ 2 കളി ജയിച്ചാൽ പോലും സെമിഫൈനൽ ഉറപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ടീമുകൾ കാലിടാതിരിക്കാൻ പരമാവധി ശ്രമിക്കും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈൽഡായിട്ടുള്ള വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആയിരുന്നു എന്ന് പറയാം. അവർ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു നേപ്പാൾ. പിന്നെ അങ്ങ് അവർ മുന്നോട്ട് വന്നതാണ്. അതേസമയം ശ്രീലങ്കയാവട്ടെ മികച്ച പ്രകടനം നടത്തി ഓസ്ട്രേലിയക്കെതിരെ. ഓസ്ട്രേലിയ ഒരു ഘട്ടത്തിൽ ആ മത്സരത്തിൽ 9 ഓവറിൽ 104 വിക്കറ്റൊന്നും പോകാതെ കുതിച്ചതാണ്. പിന്നെ ശ്രീലങ്കയുടെ ബൗളർമാർ കളി പിടിച്ചതിന് ശേഷം പഥും നിസാങ്കയുടെ ബാറ്റ് തീ വർഷിക്കുന്ന കാഴ്ച ഇതേ പള്ളിക്കലയിൽ. അതിനുശേഷം പക്ഷേ സിംബാബ്വേയോട് അവർ തോറ്റു. അത് പക്ഷേ ഓൾറെഡി ക്വാളിഫൈഡ് ആയതിനു ശേഷമാണ്. അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്ക ഓസ്ട്രേലിയക്കെതിരെ നടത്തിയ അതേ പ്രകടനം ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തും സംഭവിക്കാം. വലിയ ആരാധക പിന്തുണയോടുകൂടി ശ്രീലങ്ക ഇറങ്ങുമ്പോൾ 2 ടീമിൻ്റെയും ടീം ന്യൂസിലേക്കൊന്ന് പോകുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്ന് ഹാരി ബ്രൂക്ക് സൂചന നൽകിയിട്ടുണ്ടായി. അത് പ്രധാനമായിട്ടും ജെയ്മി ഓബേർട്ടിന് പകരം ലൂക്ക് വുഡ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റു മാറ്റങ്ങൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഒരു പ്രധാന പ്രശ്നം, ജേക്കബ് ബെത്തലിൻ്റെ ബൗളിംഗ് ഹാൻഡിൽ കട്ടുണ്ട്. അദ്ദേഹം ബൗൾ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഇൻ ടൈം ആകുമ്പോഴേക്കും റിക്കവർ ആകുമെന്നൊരു പ്രതീക്ഷ ഹാരി ബ്രൂക്ക് ഇന്നലെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രോബിൾ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഫിൽ സാൾട്ട്, ജോസ് ബട്ട്ലർ, ജേക്കബ് ബെത്തൽ, ടോം ബാൻഡൻ, ഹാരി ബ്രൂക്ക്, സാം കറൻ, വിൽ ജാക്സ്, ലിയാം ഡോസൻ, ലൂക്ക് വുഡ്, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്ലേയിങ് 11. അതേസമയം ശ്രീലങ്കയുടെ ഭാഗത്ത് പ്രമോദ് മധൂഷൻ കഴിഞ്ഞ മത്സരത്തിൽ സിംബാബ്വേക്കെതിരെ കളിക്കുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് ദുഷ്മന്ത ചമീര ഒരു ബ്രേക്ക്, ഒരു റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ അത് വീണ്ടും ദുഷ്മന്ത ചമീര തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മധുശാങ്ക അദ്ദേഹത്തിൻ്റെ സ്പോട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുടെ ഒരു പ്രോബിൾ 11 പഥും നിസാങ്ക, കുശാൽ പെരേര, കുശാൽ മെൻഡിസ്, പവൻ രത്നായകെ, കാമിൻഡു മെൻഡിസ്, ദാസുൻ ഷനാക്ക, ദുനിത് വെള്ളാലകെ, ദൂഷൻ ഹേമന്ത, പിന്നെ മഹീഷ് തീക്ഷാന, ദിൽഷാൻ മധുശാങ്ക, ദുഷ്മന്ത ചമീര. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 11. ഏതായാലും ഓസ്ട്രേലിയക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ശ്രീലങ്ക ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ അതുപോലൊരു പ്രകടനം പുറത്തെടുക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.